കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമരചിഹ്നം കണ്ട പല സീറ്റിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചിഹ്നം കാണണമെന്നില്ല. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിന്റെ പുതിയ ആലോചന ആ നിലയിലാണ്. ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചില സീറ്റിലൊക്കെ ചിലർ തോക്കണം എന്നതാണ് ഈ പ്ലാനിന് കാരണം. RSSന്റെ കൂടി മനസ്സിലിരിപ്പാണ് ഈ ആലോചനയ്ക്ക് പിന്നിൽ. തോൽപ്പിക്കേണ്ടവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമൻ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ്. കേരളത്തിൽ ബി.ജെ.പിക്കുണ്ടായിരുന്ന ഏക സീറ്റായ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച കുറ്റമാണ് കെ മുരളീധരനെ RSS മുഖ്യ ശത്രുവാക്കിയത്. കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുമെന്നത് RSSന്റെ ശപഥമാണ്. അടുത്തത് ധർമ്മടമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമെങ്കിൽ മത്സരിക്കുന്ന സീറ്റ് ധർമ്മടമാകും. RSS ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായി ഉയർത്തിക്കാട്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അതിനാൽ ധർമ്മടത്ത് ബി.ജെ.പി. മത്സരിക്കേണ്ടെന്നാണ് ഇപ്പോഴത്തെ ആലോചന. കണ്ണൂരിലെ തന്നെ മറ്റൊരു മണ്ഡലമായ കൂത്തുപറമ്പും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. അതിന് കാരണം RSSന്റെ രാഷ്ട്രീയ പ്രതികാരമാണ്. രാജ്യസഭാ MP സി സദാനന്ദനെതിരായ അക്രമ രാഷ്ട്രീയത്തിന് LDFനോട് പകവീട്ടാനുള്ള അവസരമായാണ് ഇതിനെ കാണുന്നത്. ഇവിടെ മത്സരിക്കാതെ പോരാടാൻ ബി.ജെ.പി. ആലോചിക്കുന്നതും അതുകൊണ്ടാണ്. മലബാറിലെ തന്നെയുള്ള മറ്റൊരു മണ്ഡലമാണ് ബേപ്പൂർ. മന്ത്രി PA മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലം. മുഹമ്മദ് റിയാസിനെ ഇനി നിയമസഭ കാണിക്കരുതെന്ന രാഷ്ട്രീയ അജണ്ടയുണ്ട്. റിയാസിനെതിരായ വോട്ട് ഭിന്നിക്കാതിരിക്കാൻ ബേപ്പൂരിൽ മത്സരിക്കേണ്ടെന്ന RSS ചിന്തയും ബി.ജെ.പി. നേതൃത്വത്തിന് മുന്നിലെത്തി. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, പറവൂർ മണ്ഡലങ്ങൾ. കളമശ്ശേരി മന്ത്രി P. രാജീവിന്റെ മണ്ഡലമാണ്. ശക്തമായ ബി.ജെ.പി. വിരുദ്ധ നിലപാടെടുക്കുന്ന മന്ത്രി P. രാജീവ് വീണ്ടും കളമശ്ശേരിയിൽ മത്സരിച്ചാൽ തോൽപ്പിക്കണമെന്ന അജണ്ടയാണ്. പറവൂർ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമാണ്. RSSനെ ശത്രുവായി പ്രഖ്യാപിച്ച് നീങ്ങുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മണ്ഡലം ഹിറ്റ് ലിസ്റ്റിലുണ്ട്. രമേശ് ചെന്നിത്തലയുടെ തട്ടകമാണ്. രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കണമെന്നാണ് RSS ആഗ്രഹം. കാരണം എന്താണെന്നോ, നേമത്ത് കോൺഗ്രസ് തോറ്റിട്ടും ബി.ജെ.പിയുടെ പരാജയത്തിൽ സന്തോഷിച്ചതിലുള്ള പ്രതികാരമാണ്. അമ്പലപ്പുഴയിൽ ബി.ജെ.പി. മത്സരിക്കാതെ LDFനെ പരാജയപ്പെടുത്തണമെന്ന ഒരു അജണ്ട ആലോചനയിലുണ്ട്. അമ്പലപ്പുഴ MLA H. സലാമിന് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന ആക്ഷേപമാണ് ബി.ജെ.പി. കാലങ്ങളായി ഉന്നയിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തോടെ ഇത് പകയായി മാറി. ചില മണ്ഡലങ്ങളിൽ മത്സരിക്കാതെ രാഷ്ട്രീയ എതിരാളികളെ തോൽപ്പിക്കാമെന്നത് ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഒരു ആലോചന മാത്രമാണ്, തീരുമാനമല്ല. അങ്ങനെ ഒരു തന്ത്രത്തിലേക്ക് നീങ്ങിയാൽ അത് വോട്ട് കച്ചവടത്തിനാണെന്ന് UDFും LDFും ഗുരുതര ആരോപണം ബി.ജെ.പിക്കെതിരെ ഉന്നയിക്കും. അതുകൊണ്ട് ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ ഇതിന് തടയിടുമെന്ന് ഉറപ്പാണ്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.